എന്തേ മകൻ പയച്ചു പോയത്? അയാൾ ഉസ്താദിനെ ബഹുമാനിക്കാഞ്ഞിട്ടാണ്. എങ്ങനെ അയാളെ മകൻ അങ്ങനാകാതിരിക്കുക? അയാളെ ബാപ്പ ഉസ്താദിനെ തല്ലിയവനാണ്. അയാളെ ബാപ്പ മറ്റേയാളെ ചീത്ത പറഞ്ഞ ആളാണ്. അയാളെ ബാപ്പ ബാപ്പാന്റെ ബാപ്പാനെ പിടിച്ച് പെരടിക്ക് വിളിച്ചു ഉന്തിയ ആളാണ്. അനാവശ്യം പറഞ്ഞ ആളാണ്. ഇങ്ങനെ എത്ര കഥകൾ അനുഭവങ്ങൾ പറയാറുണ്ട്. ഏറ്റവും നല്ല അദബല്ലേ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പകർന്നു നൽകിയത്. ഔദാര്യം പഠിപ്പിച്ചു ആ ഉമ്മ, ധർമ്മബോധം പഠിപ്പിച്ചു. ദാരിദ്ര്യം കൊണ്ട് നിറഞ്ഞ ജീവിതത്തിലാണ് ധർമ്മം പഠിപ്പിക്കുന്നത്. നമ്മളെപ്പോലെ സൗകര്യമുള്ള സമയത്തല്ല. അവിടെയും ഇവിടെയും വീട്ടിൽ പോയി ഹലാലായ ചെറിയ തൊഴിലെടുത്തിട്ട് ബാപ്പയില്ലാത്ത കുഞ്ഞുമോനെ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മാതാവ് വളർത്തിക്കൊണ്ടുവന്നു. ഖുർആൻ കുഞ്ഞുനാളിൽ തന്നെ പഠിപ്പിച്ചു. ഹദീസ് പഠിക്കാൻ മക്കയിലെ പണ്ഡിതന്മാരടുത്തേക്ക് വിട്ടു. അപ്പോഴും വരിസംഖ്യ കൊടുക്കാൻ മാതാവിന്റെ കയ്യിലില്ലാത്തത് കൊണ്ട് മോനെ നിന്നെ പഠിപ്പിക്കാൻ ഇനി കഴിയില്ലെന്ന് ഉസ്താദ് പറഞ്ഞപ്പോ ഇൽമിനോടുള്ള അടങ്ങാത്ത ദാഹം കൊണ്ട് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എന്ന ചെറിയ കുട്ടി ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ ഇവിടെ ഇരുന്നോട്ടെ, എന്നെ പ്രത്യേകം പഠിപ്പിക്കേണ്ടതില്ല. അതിനുസ്താദ് സമ്മതിക്കുകയും കുശാഗ്ര ബുദ്ധിയുടെ ഉടമയാണ് ഈ ഇരിക്കുന്നത് എന്ന് 1-2 ദിവസം കൊണ്ട് ഉസ്താദിന് കാര്യം മനസ്സിലായി. ഉസ്താദ് ഒന്ന് പുറത്തുപോയി ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുമ്പോഴേക്ക് അല്ലെങ്കിൽ മലമൂത്ര വിസർജനത്തിന്റെ ഒഴിവ് സമയം നോക്കിയിട്ട് ഉസ്താദിന്റെ മറ്റു ശിഷ്യന്മാർക്ക് ഉസ്താദ് പറഞ്ഞതുപോലെ സ്ഫുടമായ സരളമായ സരസമായ ശൈലിയിൽ ക്ലാസുകൾ എടുത്തവരെ ഹൃദയത്തിലേക്ക് ഉറപ്പിച്ചു കൊടുക്കുന്ന ശൈലി 2 ദിവസം കഴിഞ്ഞിട്ട് ഉസ്താദിന് മനസ്സിലായപ്പോ ഉസ്താദ് പറഞ്ഞു, മോനെ നിന്നെ പഠിപ്പിക്കാൻ ഇനി വരിസംഖ്യ വേണ്ട, കാരണം എനിക്ക് പണി കുറഞ്ഞു കിട്ടും. നിനക്കൊരാൾക്ക് പെട്ടെന്ന് അങ്ങ് പഠിപ്പിച്ചാൽ മതിയല്ലോ, നീ ബാക്കിയുള്ള ശിഷ്യന്മാർക്ക് അങ്ങ് പഠിപ്പിച്ചോളും, എനിക്ക് വേറെ ശിഷ്യന്മാരെയും സ്വീകരിച്ച് പഠിപ്പിക്കാമല്ലോ. ആ മാതാവിന്റെ നിർദ്ദേശം സ്വീകരിച്ച് 10 വർഷം മദീനത്തെ പള്ളിയിൽ മാലിക് ഇമാമിന്റെ കീഴില് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഓതി പഠിക്കുകയാണ്. മദീനത്തെ പള്ളിയിൽ മുതല്ലിമായിട്ട്. നിങ്ങൾ നോക്കി, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഹാറൂൻ റഷീദിന്റെ കൊട്ടാരത്തിൽ നിന്ന് നജ്റാനിലെ ചെറിയ ഒരു തൊഴിൽ കിട്ടിയിട്ട് ഭരണരംഗത്തൊരു ജോലി കിട്ടിയിട്ട് അതും അവസാനിപ്പിക്കേണ്ട ഒരു ഘട്ടം വന്നു. ബഗ്ദാദിലേക്ക് പോയി ഹാറൂൻ റഷീദിന്റെ സവിധത്തിലേക്ക്. അവിടുന്ന് തിരിച്ചു വരുമ്പോ ആദ്യമായി തന്റെ കയ്യിൽ തന്റെ പോക്കറ്റിൽ 1000 ദീനാർ വരികയാണ്. അതിനു മുമ്പ് അങ്ങനെ ഒരു സമയം സംയോജിച്ചിട്ടില്ല, യോജിച്ചിട്ടില്ല. 1000 ദീനാർ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു 500 രാജാവും 500 സൈനികരും കൂടി യാത്രയപ്പിന്റെ സമയത്ത് കൊടുത്തതാണ്. യാത്രയപ്പിന് അങ്ങനെ കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട് എന്ന് കൂട്ടത്തിൽ വായിക്കാം. അങ്ങനെ കൊടുത്തതാണ്. അതുമായിട്ട് തിരിച്ചു പോരുമ്പോ മക്കയിലെത്തി വീട്ടിലേക്ക് അങ്ങോട്ട് കയറുമ്പോ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവോട് ഉമ്മ ചോദിച്ചു, മോനെ ഇഷ്ടം പോലെ കാശുണ്ടല്ലോ കയ്യിൽ? ഉമ്മ, ഉമ്മാക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇത്രയും കാലം കഷ്ടപ്പെട്ട് ബാപ്പയില്ല എന്നൊരു വിഷയം അറിയിക്കാതെ, എന്നെ വഴിയാധാരമാക്കാതെ, എനിക്ക് വേണ്ട അദബും ഇൽമും തഖ്വയും ഒക്കെ പകർന്ന് പഠിപ്പിച്ചെന്ന ഉമ്മയല്ലേ, എത്ര നിങ്ങൾ എനിക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് തരാൻ വേണ്ടി കരുതി കൊണ്ടുവന്നതാണ്. മോനെ എനിക്ക് വേണ്ട. നമ്മൾ നേരത്തെ സ്വീകരിച്ച ഇനി നീ എന്തായാലും കുഴപ്പമില്ലാന്നല്ലേ പറയാ. നിന്റെ കയ്യിൽ കാശൊക്കെ ഉണ്ടല്ലേ, അതാ ഇനി നിസ്കരിക്കാതിരുന്നാലും വിളിക്കാൻ ഒരു മനപ്രയാസം. ഇന്നലെ വന്നതാ ഗൾഫിൽ നിന്ന്, നേരത്തെ വിളിക്കണം. കാരണം അവിടൊക്കെ നേരത്തെ എണീക്കാറുണ്ട് പണിക്ക് പോകുമ്പോ. ഇവിടെയും വിളിക്കണം, കളാക്കാൻ പാടില്ല. അങ്ങനല്ലേ പുതുതായി ജീവിതത്തിലേക്ക് കടന്നു വന്ന പുതിയാപ്പിളയാണ്, നമ്മളൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന മരുമകനാണ്. എന്നാൽ ആദ്യം വന്ന അയാൾക്ക് ആദ്യം പഠിപ്പിക്കേണ്ട അത് തന്നെ സുബഹിക്ക് നേരത്തെ വിളിക്കണം. ഒരു പക്ഷെ കുളിക്കാനും കൂടി സമയം വേണ്ടി വരും, അപ്പൊ അത് കണ്ട് വിളിക്കണം. അതിൽ വിഷമായി തോന്നാൻ പാടില്ല. കുറച്ചു കഴിഞ്ഞ് അതിനെപ്പറ്റി ചിന്തിക്കുമ്പോ അമ്മായിമ്മയും അമ്മോശങ്ങാക്കാരും നല്ലവരാണ്. ഞാൻ അന്നത്തെ ഉറക്കത്തിൽ എന്റെ സുബഹി പോകേണ്ടതാണ്, അവർ രക്ഷപ്പെടുത്തി. ഈ ഒരു ഭാഷ അപ്പോൾ വായിച്ചിട്ടില്ലെങ്കിലും പിന്നത് വായിക്കും. പിന്നെ അതിന്റെ പേര് പ്രാർത്ഥന ലഭിക്കും, സന്തോഷങ്ങൾ ലഭിക്കും. അങ്ങനെയാണല്ലോ ശീലം കൊടുക്കേണ്ടത്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവോട് മാതാവ് പറയുന്നു, മോനെ എനിക്കൊറ്റ ദീനാറും ഒരു ദിർഹമും വേണ്ട,
മോൻ നേരെ നമ്മളെ കുടുംബക്കാരിലേക്ക് പോകണം. അവരിൽ ഒരുപാട് ആളുകൾ ഇന്നും കഷ്ടപ്പാടിലാണ്. അത് മുഴുവനും ഓരോരുത്തർക്കും വേണ്ടി ചെലവഴിച്ച ശേഷമേ വീട്ടിലേക്ക് വരാവൂ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ ധർമ്മബോധമുള്ള ആളാക്കിയത്, ധർമ്മിഷ്ഠനാക്കി മാറ്റിയത്, കയ്യയിച്ച് സ്വതക കൊടുക്കുന്ന അദബ് പഠിപ്പിച്ചത് സ്വന്തം മാതാവാണ്. ഉമ്മമാരെ, ഞാനിത് പറഞ്ഞതെന്തിനാന്നറിയോ? ധർമ്മബോധവും അദബിന്റെ ചിന്തയും മക്കളിലും കുടുംബങ്ങളിലും വേരൂന്നി കൊടുക്കേണ്ടത് നമ്മളാണ്. അദബിനെതിരാകുന്ന ഒരു ഭാഷ അവരിൽ നിന്ന് വന്നാൽ ഉടനെ തിരുത്തണം. നല്ല കുസൃതി കാണിക്കുന്ന ചെറിയ കുട്ടിയാണെങ്കിലും മൂത്ത ആളുകളെ പേരെടുത്ത് വിളിക്കുമ്പോ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് കേട്ടിട്ട് നീ രസിക്കരുത്, സുഖിക്കരുത്. എല്ലാരെ പേരും കുട്ടി പഠിച്ചിട്ടുണ്ട്, മിടുക്കനാണെന്ന് പറഞ്ഞ് പുറത്ത് കൊട്ടരുത്. അവനെ വിളിച്ചു പറയണം, ഇനി മേലാൽ പേര് വിളിക്കരുത്, പേര് പഠിച്ചല്ലോ, ഇനി വിളിപ്പേര് വിളിച്ചാൽ മതി. ഉമ്മൊക്കെ വിളിക്കുന്ന ഒരു വിളിപ്പേരില്ലേ, ആ സ്നേഹത്തിന്റെ പേര് വിളിച്ചാൽ മതി. അല്ലെങ്കിൽ ഇക്കാക്കാന്ന് വിളിക്കണം, അല്ലെങ്കിൽ ഇത്താത്താന്ന് വിളിക്കണം. പേര് കൊണ്ട് സംബോധന ചെയ്യരുത്. ഇതല്ലേ പഠിപ്പിക്കേണ്ടത്. ബാപ്പാന്റെ മുന്നിൽ പോകുന്ന മകനെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, രണ്ടാളെയും വിളിച്ചിട്ട്, മോനെ ഇതാരാ? അത് ബാപ്പേ. ബാപ്പേ നാ ഫലാ തദു ബിസ്മിഹി, ബാപ്പാന്റെ പേര് കൊണ്ട് വിളിക്കരുതേ. പേര് കൊണ്ട് ബാപ്പാനെ വിളിക്കരുത്, ബാപ്പാനെ ബാപ്പാന്ന് വിളിക്കണം, പേരെടുത്ത് വിളിക്കരുത്. പിന്നെയോ വലാ തംശി അമാമഹു, മുന്നിലൂടെയല്ല നടക്കേണ്ടത്, പിന്നിലൂടെ. ബാപ്പ മുന്നിൽ, മകൻ പിന്നിലാണ് നടക്കേണ്ടത്. ഇതാ കുട്ടിക്ക് പഠിപ്പിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ തന്നെ വിളിച്ച് തങ്ങൾ ഉടനെ തന്നെ പകർന്നു കൊടുത്തു. ഈ അദബാണ് സ്വഹാബത്തിനെ ഏറ്റവും വലിയ ഉത്തുംഗതിയിലേക്ക് എത്തിച്ചത്. ഏതെങ്കിലും ഒരു ആലിമിനോട്, ഒരു ബാപ്പയോട്, ഒരു ഉമ്മയോട് സൂഉൽ അദബ് വന്നാൽ അതിന്റെ കറ തീരൂല കേട്ടോ. ഞാനിതിന്റെ ഉദാഹരണങ്ങൾ നിരത്തുന്നില്ല. ബാപ്പയോട് നമ്മൾ പൊരുത്തക്കേട് കാണിച്ചതിന്റെ പേരിൽ ഒരു പക്ഷേ അത് ഫലിക്കുന്നത് മക്കളിലുള്ള വിദേഹത്തിലായിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഉസ്താദിനോടുള്ള ചോദ്യം ചെയ്യലിന്റെ ശൈലിയിൽ ശിക്ഷ കിട്ടുന്നത് നമ്മളിലോ നമ്മുടെ മക്കളിലോ സന്താന പരമ്പരകളിലോ ആയിരിക്കും. എത്രയുണ്ട് അങ്ങനെ. നല്ല അഗ്രേസരായ പണ്ഡിതന്മാരാണ്. അവരെ ഉസ്താദുമാരെ കുടക്കാൻ വേണ്ടി ചോദ്യം ചെയ്തു പോയി. മക്കള് ഫസാദായി പോയി. ഇന്നും കേരളത്തിന്റെ ചരിത്രത്തിലുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. പഠിപ്പിച്ച ഉസ്താദന്മാരെ മുട്ടിക്കാൻ വേണ്ടി ചോദ്യം ചോദിച്ചു. ആ ഉസ്താദന്മാരതിന് തക്ക മറുപടി കൊടുത്തു. മറുപടിയാണെന്ന് എല്ലാവർക്കും ബോധ്യമായി. എല്ലാവരും എഴുതി വെച്ചപ്പോഴും ഇയാൾ അത്യാവശ്യം തിരിയുന്ന ഒരാളാണെന്ന് കരുതിയിട്ട് മറുപടിക്ക് വീണ്ടും മറുചോദ്യവുമായി വന്നപ്പോ അതിനും ഉസ്താദ് വീണ്ടും മറുപടി പറഞ്ഞു. സത്യത്തിൽ അത്തരത്തിൽ തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്യാൻ പറ്റുമോ? ചോദിക്കാം. പക്ഷേ ചോദിക്കുന്നിടത്തും സംശയം പഠിക്കാൻ വേണ്ടിയാകണം. പക്ഷേ മനസ്സിലുള്ള ഉദ്ദേശം ചെറിയ രൂപത്തിലെങ്കിലും ദുരുദ്ദേശമായാൽ അത് നേരെ പ്രതിഫലിക്കുന്നത് ഒരു പക്ഷേ സ്വന്തം ജീവിതത്തിലായിരിക്കില്ല, മക്കളിലോ പേരമക്കളിലോ ആയിരിക്കും. എന്താന്നറിയോ അതുകൊണ്ട് കിട്ടുന്ന കേട്? അതല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഖുദ്സിയായ ഹദീസ് വിശദീകരിച്ച് ഇബ്നു ഹജർ തങ്ങളും മറ്റുമൊക്കെ പഠിപ്പിച്ചത്, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബി. ഖുദ്സിയായ ഹദീസിലുള്ളതല്ലേ, എന്റെ ഒരു ഇഷ്ടദാസനെ ആരെങ്കിലും എതിർത്താൽ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്താണ് അല്ലാഹുവിന്റെ യുദ്ധ പ്രഖ്യാപനം എന്നറിയുമോ? അല്ലാഹു തആല സ്നേഹം കൊടുക്കുന്ന ഒരേ ഒരു വിഭാഗം, അല്ലാഹു തആല ഇഷ്ടം കൊടുക്കുന്ന ഒരേ ഒരു വിഭാഗം, അല്ലാഹുവിന്റെ റഹ്മത്ത് ഒരു വിഭാഗത്തിന് മാത്രം അല്ലാഹു ചുരുക്കി കൊടുക്കുന്ന ഒരു സമയമുണ്ട്. അത് പരലോകത്തേക്ക് ദുനിയാവും കഴിഞ്ഞ് വരുമ്പോഴാണ്. ഈ ഒരു നല്ല അവസ്ഥയിൽ നിന്ന് ആ മനുഷ്യനെ തെറ്റിച്ച് അവന് ഈമാൻ നൽകൂല. ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ വിശദീകരിക്കുന്നു, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബി എന്ന വാക്കിന്റെ അർത്ഥം, അതിന്റെ വിശദീകരണം, ലാ യമൂതു മുസ്ലിമാ. ഇബ്നു ഹജർ തങ്ങളെ കിതാബ് നോക്കിയാ ഞാൻ വായിക്കുന്നത്, അവൻ മുസ്ലിമായി മരിക്കൂല. ഇത് ഞാൻ എന്തിനാ പറയുന്നതെന്നറിയോ?
നാട്ടിലുള്ള ആലിമീങ്ങളെ കുറിച്ച് മറ്റു മതസ്ഥർക്കിടയിൽ വലിയ ബഹുമാനം. ശരിക്കും ശ്രദ്ധിക്കുക, മുസ്ലിങ്ങളായ ഉമ്മമാരെ ഉപ്പമാരെ നമ്മളെ കണ്ണിൽ അവർ ചെറുതാക്കി കാണുന്ന സ്വഭാവമുണ്ടോ? ശരിക്ക് നമ്മൾ പേടിക്കണം കേട്ടോ. എതിർക്കുന്ന സ്വഭാവമുണ്ടോ? ശരിക്ക് പേടിക്കണം. ഒരു അയ്ബ് നിങ്ങൾ കണ്ടിട്ടാണോ എതിർക്കുന്നത്? ശരിക്ക് പേടിക്കണം. ചില ശിഷ്യന്മാർക്കും ഒരു പണി, ഉസ്താദിന്റെ എന്തെങ്കിലും അയ്ബുണ്ടോ എന്ന് ഇങ്ങനെ നോക്കി നടക്കുക. എന്നിട്ട് വല്ല അയ്ബുണ്ടെങ്കിൽ ആ അയ്ബ് മറച്ചു വെക്കാനല്ല, ഓർക്ക് എങ്ങനെങ്കിലും ഒന്നൊന്ന് പോണ്ടി വരും. അതിന് അയ്ബ് നാലാൾക്കാരോട് പറഞ്ഞിട്ട് ആ ഉസ്താദിനെ വഷളാക്കേണ്ടി വരും, കുറവാക്കേണ്ടി വരും. അത് ഇമാമിങ്ങളെ ശൈലിയല്ല. ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹു ഇൽമു പഠിക്കുന്ന സമയത്ത് തന്നെ അല്ലാഹു തആല കുശാഗ്ര ബുദ്ധിയും മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന വലിയ ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിച്ച് വലിയ 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 പണ്ഡിതനാകാൻ കുറഞ്ഞ കാലം കൊണ്ട് സാധ്യമായ മഹാനാണ്. എപ്പോഴും ദർസ് ഓതിക്കൊടുക്കുന്ന ഉസ്താദിന്റെ അടുത്തേക്ക് വരുമ്പോൾ മഹാനവറുകൾ ദ്വാർക്കുന്നത് അല്ലാഹുമ്മസ്തുർ അന്നീ ഐബ മുഅല്ലിമീ, എന്റെ ഗുരുനാഥന്റെ ഒരു പോരായ്മയും എന്റെ കണ്ണിൽ നീ കാണിക്കരുതേ അല്ലാ. എന്റെ ഗുരുനാഥൻ എനിക്ക് തരുന്ന ഇൽമിൽ ഒരു കേടുമില്ല, എന്നെ പഠിപ്പിക്കുന്ന പഠനത്തിൽ ഒരു മോശവുമില്ല. വ്യക്തി ജീവിതത്തിൽ വല്ലൈബും എന്റെ മുഅല്ലിമിനുണ്ടെങ്കിൽ എന്റെ കണ്ണിൽ നിന്ന് നീ അത് മറക്കണേ അല്ലാ. എന്റെ കണ്ണിൽ നീ അത് കാണിക്കുമ്പോ എന്റെ ഗുരുനാഥൻ എന്റെ കണ്ണിൽ ചെറിയ ആളാകുമല്ലോ, എന്റെ മനസ്സിൽ ദുരുദ്ദേശം വരുമല്ലോ, അതെന്റെ ആഖിബത്ത് മോശമാകാൻ കാരണമായി മാറുമല്ലോ. ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ ഹദീസ് വിശദീകരിക്കുകയാണ്, ലാ യമൂതു മുസ്ലിമാ മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബി. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെ എതിർത്താൽ, ആലിമീങ്ങളെ സ്വാലിഹീങ്ങളെ എതിർത്താൽ പോകട്ടെ. ഒരു ചെറിയ മുതഅല്ലിമ്, ചെറിയ കുട്ടിയാ, ആ കുട്ടിക്കല്ല ഓതാൻ പോയതാ. ഓതാൻ പോയി വന്ന ആ കുട്ടി നാട്ടിലെത്തിയിട്ട് ഉസ്താദിന്റെ നിർദ്ദേശം കേട്ട് ഒരു ചെറിയ ജുബ്ബയും കുട്ടി ജുബ്ബയും ഒരു ചെറിയ തലക്കെട്ട് കെട്ടിങ്ങനെ പോകുമ്പോ ഒരു പരിഹാസത്തോടെ ഒരു നോട്ടം, മഅദല്ലാഹ് നമ്മിൽ നിന്നുണ്ടാകരുത്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതൊക്കെ ഇപ്പൊ തലക്കെട്ട് കെട്ടാനായിട്ടുണ്ടോ? ചോദിക്കരുത്. ആ കുട്ടി പഠിച്ച ഫഅലയുടെ സ്വീഗ നമ്മുടെ ഖൽബിലുണ്ടോ? അതിന്റെ ഒരു വലുപ്പം നമുക്കറിയോ? ആ കുട്ടി പഠിച്ച മീസാനിന്റെ ഒറ്റ ഫഅലയുടെ വലുപ്പം നമുക്കറിയോ? നമ്മൾ ശരിക്കാലോചിക്കും. ഇതൊക്കെയാണ് സത്യത്തിൽ നമ്മുടെ സമുദായം താഴോട്ട് പോകാനുള്ള കാരണം. പഴയകാലത്ത് അങ്ങനെയുള്ള ഒരു മുതഅല്ലിമിനെ കണ്ട പഴയകാലത്ത് വല്ലിപ്പമാര്, ശരിക്കും ഓർമ്മയുണ്ട്, എനിക്കൊക്കെ ഓതാൻ പോകുന്ന കാലത്ത് വല്ലിപ്പമാർ സത്യത്തിൽ അവർക്ക് അവരെ പേരല്ലാതെ മറ്റൊന്നും എഴുതാൻ അറിയില്ല. അവരെ പേര് ഒപ്പായിട്ടും എഴുതുന്ന ആ പേരെന്നുള്ളൂ, പേരായിട്ട് എഴുതുന്ന പേരെന്നുള്ളൂ. ഒപ്പിടാൻ പറഞ്ഞ ആ പേരുണ്ടായിരുന്നു. അത്രയും വിദ്യാഭ്യാസം അവർക്ക് കുറവാണ്. പക്ഷേ അവരിൽ ഉണ്ടായിരുന്ന ഈമാൻ, മുറ്റി നിന്നിരുന്ന ഒരു താലീമും ഒരു അദബുല്ലേ, അതെവിടെ സഹോദരങ്ങളെ? ചെറിയൊരു മുതഅല്ലിം വീട്ടിലേക്ക് വരുമ്പോ 80-85 വയസ്സായി നിസ്കാരത്തഴമ്പുള്ള 5 വക്ത് ജമാഅത്തിന് സംബന്ധിക്കുന്ന നാട്ടുകാരാൽ വലിയ ബഹുമാനിക്കപ്പെടുന്ന പ്രായമുള്ള കാരണവര് മുതഅല്ലിം വരുമ്പോ അയാള് എഴുന്നേൽക്കാണ്. ആ മുതഅല്ലിമിന് അയാളുടെ ആ പിതാവിന്റെ പിതാമഹന്റെ 4ാം തലമുറയിൽ പിറന്ന ഒരു കുട്ടിയുടെ വയസ്സേ ഉള്ളൂ. പക്ഷെ അത് കണ്ടിട്ടല്ലേ എഴുന്നേൽക്കുന്നത്. പിന്നെ ഇൽമിൽ വ്യാപൃതനാകുന്ന ഒരു കുട്ടിയല്ലേ വരുന്നത്. അത് അള്ളാഹു ബഹുമാനിച്ചൊരു തലത്തിലല്ലേ ഇപ്പോൾ ഉള്ളത്. ഞാൻ ഇരിക്കുന്നത് ശരിയില്ല. ഈ അദബ് എവിടെ? ഇവിടെയാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല ഇഷ്ടം വെച്ച ആരെങ്കിലും നമ്മൾ എതിർപ്പിന്റെ ശൈലിയിൽ സ്വീകരിച്ചാൽ അവൻ മുസ്ലിമായി മരിക്കൂല. ഇവിടെ ഒരുപാട് ആലിമീങ്ങൾ വന്ന നാടാണ്. ഈ നാടിനെ അല്ലാഹു തആല ബറക്കത്ത് ദായിമാക്കി തരട്ടെ. അവരുടെ കാവലും മദതും അല്ലാഹു നിത്യമാക്കി തരട്ടെ. സഹോദരങ്ങളെ, ആ ബഹുമാനം എവിടെയുണ്ടോ അവിടൊക്കെയുണ്ട്. അവര് നൽകിയ ബഹുമാനം സ്വീകരിക്കുന്നുണ്ടോ എന്ന് അതിനനുസരിച്ചുണ്ട്. ഞാൻ പിറന്ന നാട്ടിൽ നേരിട്ട് വന്ന് അവിടെ ദിക്ർ സ്ഥാപിച്ച മഹാനാണ് മർഹൂം ചാപ്പനങ്ങാടി ബാപ്പുസ്താദ്. അല്ലാഹു തആല ദർജയേറ്റി കൊടുക്കട്ടെ. കൊല്ലങ്ങൾക്ക് മുമ്പ് വഫാത്തായി ബാപ്പുസ്താദ് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ.
വലിയ മഹാനാണ്. ആ മഹാനുഭാവൻ സ്ഥാപിച്ച ആഴ്ചയിലുള്ള ദിക്ർ ഇന്നും അവിടെ നടക്കുന്നുണ്ട്. അത് ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന ദിക്ർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിന്റെ ഒരു ബറക്കത്ത് എത്രയാണെന്നറിയോ സഹോദരങ്ങൾ? ജനങ്ങൾ ആ ദിക്റിന്റെ ബഹുമാന പുരസ്സരം കണ്ടതുകൊണ്ട് ഇന്നും ആ നാട്ടിൽ ഒരു വന്യജീവിയുടെയും ശല്യമില്ല. പരിസരത്ത് എവിടെ ആന പിടിച്ചെന്ന് പറഞ്ഞാലും അവിടെ ആ ശല്യമല്ല. ഒരു മുബത്തതയുടെയും ശല്യമല്ല. അത് അവരെ ബഹുമാനിച്ച് അവരെ ദിക്ർ സ്വീകരിച്ചത് കൊണ്ട് കിട്ടിയൊരു ബറക്കത്താണ്. 47 വർഷം കഴിഞ്ഞു ആ ദിക്റിന്. പണിക്ക് പോകുന്ന ചെറുപ്പക്കാര് ഒരു ഉച്ചയാകുമ്പോ അസ്റാകുന്ന സമയത്ത് പണിയൊക്കെ നിർത്തി വന്ന് വെള്ളിയാഴ്ച രാവിലാണ് അവര് വന്ന് മാരിബിഷായിന് പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുത്ത് നീണ്ട ദിക്റിൽ അവർ സംബന്ധിക്കുകയാണ്. ദിക്ർ കഴിഞ്ഞ് അവരിങ്ങനെ പോകുമ്പോ അവരെ വലത്തും ഇടത്തും ആനക്ക് അവരെ വേണ്ട. ആനന്റെ പണിയിൽ അവർ ടോർച്ചടിച്ചു പോകുന്നു, അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. എന്തേ കാരണം? ആ ദിക്ർ സ്ഥാപിച്ചു തന്ന ആലിമ് എത്ര വലിയ ആലിമാണ്, എത്ര വലിയ ഗുരുവര്യരാണ്. അവരെ ദറജ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. അവരാ ദിക്റിനെ കാണിച്ച ബഹുമാനമാണ്, മഹത്വമാണ്. ഞാനിത് പറയുന്നത് നമ്മൾ ആ സ്റ്റേജിൽ നിന്നും താഴോട്ടാകാൻ പാടില്ല. ഇപ്പൊ എനിക്കൊരു ജേട്ടനുണ്ട്, നിങ്ങൾ കൂട്ടിക്കോളൂ. ആ ജേട്ടൻ സത്യത്തിൽ ഒരു ബുദ്ധി കുറവുള്ള ആളാണെന്ന് കരുതിക്കോളൂ, ഉദാഹരണം പറയാം. എന്നാലും ആ ജേട്ടൻ വരുമ്പോൾ ആലിമാണ് എന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ ഇരിക്കാൻ പറ്റൂല. ഓനൊരു പൊട്ടനാണ് എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ ഇരിക്കാൻ പറ്റും? എനിക്കും തിരിയില്ലാന്ന് കരുതിയിട്ട് പറ്റൂല. എന്റെ ജേട്ടനാണ് എന്നുള്ള അർത്ഥത്തിലുള്ള ബഹുമാനത്തിന് ഒരു കുറവും എന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. ഒരു സംസാരത്തിന്റെ ഒരു വാക്ക് പോലും, ഒരു കൈയിങ്ങനെ ചൂണ്ടിപ്പറയുന്ന സംസാരം പോലും ആകാൻ പാടില്ല. കാരണം അത് ജേഷ്ഠനാണ്, ബാപ്പാന്റെ സ്ഥാനത്താണ്. അൽ അഖുൽ കബീറു ബി മൻസിലത്തിൽ അബി സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂത്ത ജ്യേഷ്ഠൻ ബാപ്പാന്റെ സ്ഥാനത്താണ്. അതുകൊണ്ടാണ് പഴയ കാലത്ത് ബാപ്പല്ലെങ്കിൽ ഓരോ വിഷയം പോയി പറയും. മൂത്താപ്പാരും ഇല്ലെങ്കിൽ ഇവിടെ തന്നെയല്ലേ ബാപ്പല്ലെങ്കിൽ പിന്നെ ബാപ്പാന്റെ ജ്യേഷ്ഠൻ ബാപ്പാന്റെ അച്ഛൻ അവരോട് പറയും. ഒരു സംഗതി തീരുമാനിക്കുമ്പോൾ അവരാരുമില്ലേ, നാ മൂത്തക്കാക്കാനോട് അല്ലെങ്കിൽ പങ്ങളോട് പോയിട്ട് പറയും, ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചു, നിങ്ങളുടെ അഭിപ്രായം എന്താ? ആരോട് ചോദിക്കാതെ നടപ്പിലാക്കൂല. അതെന്തേ? അതൊരു അദബാണ്. അതെവിടെയെന്ന് സമുദായത്തിൽ സ്വന്തം കാര്യം ഓരോട് വെക്കണം. എന്റെ അടുക്കളയിൽ പരിപ്പ് വെക്കണം ഓരോട് വെച്ചിട്ട് അതാ നമ്മുടെ സ്റ്റേജ്. അവിടെ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ആകാൻ പാടില്ല. അതുകൊണ്ടാണ് ആ ഒരൊറ്റ വിഷയം കൊണ്ടാണ് സഹോദരങ്ങളെ നമ്മൾ എടുക്കാൻ പറ്റാത്തവരായി മാറേണ്ടി വന്നത്. പരിഗണിക്കേണ്ട തലങ്ങളാണ് ഇതൊക്കെ. ഇത് മാത്രമല്ല, പരിഗണിക്കേണ്ട മുഖ്യ തലങ്ങളാണ്. അവരൊക്കെ പരിഗണിക്കണം. ഒരൊറ്റ ആലിമിനെയും ഇടിച്ചതായി തരുത്, ഒരു തങ്ങളെയും കുറ്റം പറയരുത്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബി. ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലാഹു തആല അതുപോലെ യുദ്ധം പ്രഖ്യാപിച്ച മറ്റൊരു വിഷയമുണ്ട് ഖുർആനിൽ. അതേതാണ്? പലിശ വാങ്ങുന്നവനും പലിശ കൊടുക്കുന്നവനും അവരെ പണി നിർത്തുന്നില്ലെങ്കിൽ ഫഇല്ലം തഫഅലു ഫഅദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി. അല്ലാഹുവിൽ നിന്നും അല്ലാഹുവിന്റെ റസൂലിൽ നിന്നും അവരോട് കടുത്ത എതിർപ്പുണ്ട് എന്ന് നിങ്ങൾ വിവരം അറിയിക്കൂ. ഫഇല്ലം തഫഅലു, പലിശ വാങ്ങുന്നതും കൊടുക്കുന്നതും നിർത്തുന്നില്ലെങ്കിൽ, ഇതുവരെ ചെയ്തത് അറിവില്ലാതെയാണെങ്കിൽ ഇനി നിർത്തിക്കോളൂ. നിർത്താൻ ഒരുക്കമല്ല. അതൊരു സാമ്പത്തിക സ്രോതസ്സിന്റെ കാരണമാണ്, ലാഭത്തിന്റെ ഒരു അടയാളമാണെന്ന് കരുതി നിലനിർത്തുന്നുണ്ടോ? എന്നാൽ അല്ലാഹുവിൽ നിന്നുള്ള യുദ്ധ പ്രഖ്യാപനമുണ്ട്, അല്ലാഹുവിന്റെ ഹബീബിൽ നിന്നുമുള്ള യുദ്ധ പ്രഖ്യാപനമുണ്ട്. അവർ യുദ്ധം പ്രഖ്യാപിച്ചാൽ എന്താണ് വരിക? അതേ ആക്കിലുദ്ദിബ, പലിശ തിന്നുന്നവനും വമുആദി അഹദിൻ മിൻ ഔലിയാ ഇല്ലാഹി തആല, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ നിന്ന് ഒരാളെ എതിർക്കുന്നവനും ലാ യമൂതു മുസ്ലിമാ, അവൻ മുസ്ലിമായി മരിക്കൂല. ബൽ യുഖ്തമു ലഹു ബിഖാതിമത്തിസ്സൂ, അവന് ദുഷിച്ച അന്ത്യമാണ് നൽകുക, ദുഷിച്ച അന്ത്യമാണ് അവന് ഉണ്ടാവുക.
അതുകൊണ്ട് സഹോദരങ്ങളെ, സൂഉൽ അദബ് കൊണ്ട്, അദബിന്റെ കുറവ് കൊണ്ട് അന്ത്യം മോശമാകുന്ന അവസ്ഥ വരെ വന്നുപോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ബാപ്പയിൽ നിന്ന് അപാകത കണ്ടപ്പോൾ മക്കള് ചിരിക്കാൻ പാടില്ല. ഉമ്മയിൽ നിന്ന് അപാകത കണ്ടപ്പോൾ മക്കള് ചിരിക്കാൻ പാടില്ല. കാരണം എന്തേ ചിരിക്കാൻ പാടില്ലാത്തത്? ചിരി വരുന്ന സമയം ഉണ്ടെങ്കിലും, ചിരി വരുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും ബാപ്പയിൽ നിന്നല്ലേ ഉണ്ടായത്, ഉമ്മയിൽ നിന്നല്ലേ ഉണ്ടായത്. അതുകൊണ്ട് അവിടെ അദബ് പാലിച്ച് ചിരിക്കാതിരിക്കലാണ് ഭംഗി. ബഹുമാനപ്പെട്ട ശൈഖുൽ അംബിയാ നൂഹ് അലൈഹിസ്സലാം കപ്പലിൽ കിടന്നുറങ്ങുമ്പോ, കപ്പലിൽ 3 തട്ടല്ലേ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിൽ. കിടന്നുറങ്ങുമ്പോ കാറ്റിങ്ങനെ അടിച്ചു വീശിയിട്ട് മഹാനവറുകളുടെ തുണി ഒരു ഭാഗത്തേക്ക് പോയി. ഈ കാലിന്റെ മേൽഭാഗം ഇങ്ങനെ വെളിവായി തുടങ്ങി. വെളിവായത് കണ്ടപ്പോ അവിടെ ഉണ്ടായിരുന്ന മകൻ, നൂഹ് നബിന്റെ 3 മക്കളാണ് കപ്പലിലുള്ളത്, സാമു, ഹാമു, യാഫിസ്. യാഫിസ് എന്ന് പറയുന്ന മകൻ ഇത് നോക്കി ചിരിച്ചു. ചിരിച്ചപ്പോ പാപ്പാന്റെ അവർത്തുള്ള മക്കൾ ചിരിക്കാ വേണ്ടത്, പെട്ടെന്ന് മറക്കല്ലേ വേണ്ടത്, വേറെ ആരും കാണരുത്. മറ്റേ 2 മക്കളും കൂടി വന്നപ്പോ ഇത് കണ്ടിട്ട്, ഈ ചിരിക്കുന്നത് കണ്ടിട്ട് അവർക്ക് ഭയങ്കര ബേജാറായി. എന്താ നീ ചിരിക്കുന്നത്? ഇത് ചോദിച്ചപ്പോ അതിനിടയിൽ നൂഹ് നബി അലൈഹി സ്വലാം എഴുന്നേറ്റപ്പോ നൂഹ് നബി അലൈഹി സ്വലാം ചോദിക്കാണ്, എന്താ നിങ്ങൾ തർക്കിക്കുന്നത്, എന്താ ശബ്ദിക്കുന്നത്? അത് ബാപ്പ, നിങ്ങളെ ശരീരത്തിന്റെ ഒരു ഭാഗം, ഔറത്തിന്റെ ഒരു ഭാഗം വെളിവായപ്പോ ഈ മോനെ നോക്കി ഇങ്ങനെ ചിരിക്കായിരുന്നു. നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞു, എങ്കിൽ നിന്റെ സന്താന പരമ്പരയിൽ അല്ലാഹു തആല സൗന്ദര്യം എടുത്തിക്കളയട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ആ സന്താന പരമ്പരയിലാണ് കറുത്ത വർഗം മുഴുവനും വന്നത്. ആ വരച്ച സൂഉൽ അദബാണ് അതിന് കാരണം. ചെറിയ മര്യാദക്കേടാണ്, അത്ര പോലും ഉണ്ടാകരുത്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഒരിക്കലും ബാപ്പയോട്, ഉമ്മയോട്, ജ്യേഷ്ഠനോട്, പെങ്ങന്മാരോട്, നല്ലവരോട്, പരിഗണിക്കേണ്ടവരോട് ഒരു വാക്ക് തെറ്റിപ്പറഞ്ഞതിന്റെ പേരിൽ നമ്മളിലോ നമ്മുടെ മക്കളിലോ സന്താന പരമ്പരകളിലോ ദാരുണാന്ത്യം കാണരുത്. എന്തേ മകൻ പയച്ചു പോയത്? അയാൾ ഉസ്താദിനെ ബഹുമാനിക്കാഞ്ഞിട്ടാണ്. എങ്ങനെ അയാളെ മകൻ അങ്ങനാകാതിരിക്കുക? അയാളെ ബാപ്പ ഉസ്താദിനെ തല്ലിയവനാണ്. അയാളെ ബാപ്പ മറ്റേയാളെ ചീത്ത പറഞ്ഞ ആളാണ്. അയാളെ ബാപ്പ ബാപ്പാന്റെ ബാപ്പാനെ പിടിച്ച് പെരടിക്ക് പിടിച്ചു ഉന്തിയ ആളാണ്. അനാവശ്യം പറഞ്ഞ ആളാണ്. ഇങ്ങനെ എത്ര കഥകൾ, അനുഭവങ്ങൾ പറയാറുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹു തആല ഇഷ്ടദാസന്മാരോട് എതിർക്കുന്നവരോട് യുദ്ധം പ്രഖ്യാപിച്ചുവെങ്കിൽ, പലിശ ഉപയോഗിക്കുന്നവരോടും തിന്നുന്നവരോടും വാങ്ങുന്നവരോടും കൊടുക്കുന്നവരോടും യുദ്ധം പ്രഖ്യാപിച്ചുവെങ്കിൽ, ഫഇന്ന വസ്ഫൽ ഇസ്ലാമി ലാ യജ്തമിഉ മഅ മുഹാറബത്തില്ലാഹി മുത്ലഖാ. ഇസ്ലാം എന്ന് പറയുന്ന ഗുണവിശേഷണം അല്ലാഹു തആലാന്റെ ശത്രുവാകുന്നതിനോടുകൂടെ ഒരുമിക്കൂല. അള്ളാന്റെ ശത്രുവാണോ മുസ്ലിമല്ല, മുസ്ലിമാണോ അള്ളാന്റെ ശത്രുവല്ല. അപ്പൊ അള്ളാന്റെ ശത്രുവായി പ്രഖ്യാപിച്ചത് ഈ 2 വിഭാഗത്തെ പ്രത്യേകം പറഞ്ഞെങ്കിൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം, നന്നായി സൂക്ഷിക്കണം. ഈ വിഷയത്തിൽ അകപ്പെട്ടിട്ട് നേരത്തെ നിങ്ങൾ കണ്ടില്ലേ, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ അടിക്കാൻ വേണ്ടി പുറപ്പെട്ട ആളുകളിൽ അല്ലാഹു തആല ദുനിയാവുന്ന് കൊടുത്തത് വെള്ളപ്പാണ്ട് രോഗമാണ്. രാജാവിനത് മാറ്റിക്കൊടുക്കാൻ കഴിയോ? ഡോക്ടർമാർക്കത് മാറ്റിക്കൊടുക്കാൻ കഴിയോ? ഒരു ബഹുമാനക്കേടിന്റെ പേരിൽ അള്ളാഹു കൊടുത്ത ശിക്ഷയല്ലേ അത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, സൂഉൽ അദബ് ഉണ്ടാകരുത്. എത്രമാത്രമാണ് അദബ് ഇസ്ലാമിൽ പഠിപ്പിച്ചത്? ഒരു വിളിക്കുന്ന വിളിയാളം പോലും ശരിയാകണ്ടേ? ബാപ്പയും ഉമ്മയും കിടന്നിറങ്ങുന്ന റൂമിൽ പോയി മക്കൾ മുട്ടി വിളിക്കാൻ പറ്റുമോ? ഇല്ല. ഉസ്താദ് കിടക്കുന്ന റൂമിൽ നാട്ടുകാർക്ക് പോയിട്ട് ശിഷ്യന്മാർക്ക് പോയി മുട്ടി വിളിക്കാൻ പറ്റുമോ? ഇല്ല. ഇതെവിടുന്നാണ് പണ്ഡിതന്മാര് പഠിപ്പിച്ചത്? ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാതി അക്സറുഹും ലാ യഅഖിലൂൻ.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിന്റെ മുറ്റത്ത് വന്ന് ഉറക്കെ വിളിക്കുന്ന ആളുകളില്ലേ നബിയെ, ആ തമീം ഗോത്രക്കാരിൽപ്പെട്ട വിഭാഗം ലാ യഖിലൂൻ, അവര് ബുദ്ധിയില്ലാത്തവരാണ്. വലൗ അന്നഹും സബറു ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും, പുറത്തേക്ക് വരുന്നത് വരെ അവർ ക്ഷമിച്ചിരുന്നെങ്കിൽ ലകാന ഖൈറൻ ലഹും, അതവർക്ക് ഏറ്റവും ഉചിതമായ കാര്യമായിരുന്നു. ഇങ്ങനെ ഒരു ക്ഷമയുണ്ട്. ബാപ്പ ബാത്റൂമിലാണെങ്കിൽ, ഉമ്മ ബാത്റൂമിലാണെങ്കിൽ, ഗുരുവര്യർ ബാത്റൂമിലാണെങ്കിൽ എത്ര അസഹ്യമായി മുട്ടുന്നുണ്ടെങ്കിലും മുട്ടി വിളിച്ചുകൂടാ, ശല്യം ചെയ്തുകൂടാ. അവര് ഉറങ്ങുന്ന റൂമിന് മുട്ടി വിളിച്ച് ശല്യമാകരുത്. സുബഹിക്ക് വിളിക്കുമ്പോഴും മാനഹാനി വരുത്തുന്ന രൂപത്തിൽ വെറുപ്പുളവാക്കുന്ന ഒരു ഭാഷയും ഒരു ശൈലിയും പ്രയോഗിക്കരുത്. ഞാൻ വലിയ വീടെടുത്തിട്ട് നിങ്ങളെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിച്ചത് ഉറങ്ങാനാ എന്നെ വാപ്പാനോട് വെക്കാൻ പാടില്ല. അല്ലാ, നിന്നെയും നമ്മളെയൊക്കെ വാപ്പ താമസിപ്പിച്ചത് എത്ര പ്രയാസപ്പെട്ടിട്ടാണ്. ഇപ്പൊ നിനക്ക് കുറച്ച് പണം ഉണ്ടായി നോക്കുമ്പോ ബാപ്പ ഒന്നൊന്ന് റാഹത്തോടെ ഉറങ്ങാൻ നോക്കുമ്പോ ബാപ്പ ഒന്ന് ഉറങ്ങിയപ്പോഴേക്കത് തെറ്റും കുറ്റമായി നീ കാണരുത്. ആ ഭാഷ പറയാതെ സ്നേഹത്തോടെ ഉപ്പ ഉപ്പ ബാപ്പ എണീക്കുന്നില്ലേ, ബാങ്ക് കൊടുത്തിട്ടുണ്ട്, ഒരു ഗൗരവത്തിന്റെ ചെറിയൊരു ചുവ പോലും വരാതെ പിടിക്കണം. നമ്മളെ ലെവലും കാര്യങ്ങളൊന്നും അവിടെ പറയരുത്. അതൊക്കെ മോശാണ്, അദബുകേടാണ്. ബാപ്പയും ഉമ്മയും ചെവിട് കേൾക്കാത്ത ആളാണെങ്കിൽ, കാത് കുറച്ച് പതിയുള്ളവരാണെങ്കിൽ വരുന്നവരോടൊക്കെ ബാപ്പ കാതുപൊട്ടനാണ്, ഉമ്മ കാതുപൊട്ടത്തിയാണ് എന്ന് അനൗൺസ് ചെയ്യാൻ പാടില്ല. പിന്നെയോ അത് സ്നേഹത്തോടെ പറയണം. കുറച്ച് പതിയാണ് ഉസ്താദ് പറയണമെങ്കിൽ കുറച്ച് ഉറക്കെ പറഞ്ഞോളൂ. സ്നേഹത്തോടെ, ബഹുമാനം ഒരളവ് വിടാൻ പാടില്ല. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നല്ലോണം ശ്രദ്ധിക്കണം. ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, എത്ര നമ്മൾ ഹൈ ലെവലിലാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ സൂല്ലതമുണ്ടോ നമ്മൾ കുടുങ്ങിപ്പോയി. അതുകൊണ്ട് താലീമിന്റെ വിഷയത്തിൽ ഒരു കുറവും നമുക്കുണ്ടാകാൻ പാടില്ല, ഒരു വിഷയം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. നേരത്തെ നിങ്ങൾ നോക്ക്, ഞാൻ പറഞ്ഞല്ലോ, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വിശുദ്ധ ജീവിതം നയിച്ച് നല്ല സ്വഭാവം സ്വീകരിച്ച് ജീവിച്ചപ്പോൾ അല്ലാഹു കൊടുത്ത ബറക്കത്ത് കണ്ടില്ലേ? മഹാനവറുകൾ വഫാത്തായ ദിവസത്തിൽ സഹോദരങ്ങളെ 20,000 യഹൂദി നസാറാക്കളാണ് മുസ്ലിമായത്. വഫാത്തിന്റെ ദിവസത്തിൽ 20,000 യഹൂദികളും നസാറയുമാണ് മുസ്ലിമായത്. സുബ്ഹാനല്ലാഹ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു തആല കൊടുത്ത വലിയ ബറക്കത്ത് കണ്ടിട്ടല്ലേ? കാരണം ആ മഹാനുഭാവന്റെ പിന്നാലെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി വന്ന ജനങ്ങളെ കണ്ടപ്പോ ആളുകൾ അത്ഭുതപ്പെട്ടു പോയി. നിസ്കരിക്കാൻ വേണ്ടി ജനങ്ങളൊക്കെ വന്നു നിന്ന സ്ഥലം അളന്നു നോക്കുമ്പോ 6 ലക്ഷം ആളുകൾക്ക് നിൽക്കാൻ എത്ര സ്ഥലം വേണം? അല്ലെങ്കിൽ 10 ലക്ഷം ആളുകൾക്ക് നിൽക്കാൻ എത്ര സ്ഥലം വേണം? അതിലും അധികരിച്ച ആളുകളല്ലേ വന്ന് നിസ്കരിക്കുന്നത്. ആ ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ കണ്ടപ്പോ 20,000 ആളുകൾ ഷഹാദത്ത് കലിമ ചൊല്ലി വന്നു. എന്തേ ഈ ബഹുമാനം കിട്ടാനുള്ള കാരണം? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കുടുംബക്കാരിൽപ്പെട്ട രാജാവായ മുഅ്തസിം ബില്ലാഹി എന്നവര് മഹാനവറുകളെ ശിക്ഷിച്ചപ്പോഴും ആ രാജാവിനോട് ഒരു എതിർപ്പും ഇല്ല. ഭരണാധികാരി എന്ന നിലക്ക് ചീത്ത പറഞ്ഞില്ല, തന്നെ അടിച്ചു എന്ന നിലക്കൊരു കേസും കൊടുത്തില്ല. അതിനേക്കാളേറെ മനസ്സിൽ പരിഗണിക്കാൻ തോന്നിയത് അത് മുത്തുനബി തങ്ങളെ കുടുംബക്കാരനാണല്ലോ. ആ ഒരു ബഹുമാനമാണ് കൽബിൽ വന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സംസാരിക്കുന്നിടത്തും പറയുന്നിടത്തും പ്രവർത്തിക്കുന്നിടത്തും നമ്മുടെ സ്വഭാവത്തിൽ ഏറ്റവും കൂടുതൽ നിയലിക്കേണ്ടത് അതോടുകൂടെയുള്ള പ്രയോഗമാണ്, ശൈലിയാണ്. അതിനൊരു കുറവും വരാൻ പാടില്ല. ഞാൻ
എന്റെ ഉമ്മമാരോടും ഉപ്പമാരോടും കൂട്ടുകാരോടും ഈ വിഷയം കാര്യമായി ഉണർത്തിയിട്ട് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ഞാനൊരു കാര്യം കൂടി പറയട്ടെ. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നമ്മളെ സ്വഭാവവും നമ്മൾ സംശുദ്ധമാക്കണം. എത്രയോ മഹാന്മാരായ ആളുകൾ ജീവിച്ചിട്ടുണ്ട് ഈ ലോകത്ത്. നിങ്ങൾ നോക്ക്, നമ്മളൊക്കെ ജീവിക്കുമ്പോ നമുക്ക് വലിയ ആവേശമാണ്. നമ്മുടെ സന്താനങ്ങളുണ്ടല്ലോ, മരണത്തിന്റെ ശേഷം നമുക്ക് പ്രാർത്ഥിക്കാനുള്ളവരാണ്. ഞാനൊരൊറ്റ കാര്യം പറയാണ്, നമ്മളൊക്കെ ജീവിച്ച് മരണപ്പെട്ടു പോകുമ്പോൾ നമുക്കൊക്കെ ഒരു സന്തോഷമുണ്ട്. പലർക്കും സന്തോഷിക്കും, എനിക്ക് മക്കളുണ്ട്, ആ മക്കള് വലുതായി സ്വാലിഹ്യങ്ങളായിട്ട് അവരെ അമലൊക്കെ എനിക്ക് നല്ല ഉപകാരം കിട്ടുന്നുള്ളത്. ഒരൊറ്റ മക്കളുമില്ലാതെ മരണപ്പെട്ടു പോയ മഹാനാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ബുഖാരി ഇമാമിന് കിട്ടുന്ന വലിയ ബറക്കത്ത് സഹോദരങ്ങളെ ആർക്കാണ്? ലക്ഷക്കണക്കിന് ആലിമീങ്ങളല്ലേ അവിടുത്തെ കിതാബ് മുത്താല ചെയ്തത്. ആ കിതാബ് മുഴുവനായും പഠിച്ച് പകർത്തി അതുകൊണ്ട് വഅള് പറയുന്നത്. ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു കിട്ടുന്നതിന് വല്ല കുറവുണ്ടോ? ഒരു കുട്ടിയിൽ നിന്നല്ലല്ലോ കിട്ടുന്നത്. ലക്ഷക്കണക്കിന് ശിഷ്യന്മാരല്ലേ അവിടുത്തെ കിതാബ് ദൈനംദിനം ഓതുന്നത്, അത് കേൾക്കുന്നത്, അത് പഠിക്കുന്നത്, അതിന് ശർഹ് എഴുതുന്നത്, ആ ശർഹ് വായിക്കുന്നത്, അങ്ങനെ ദിനേന കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ബുഖാരി ഇമാമിന്റെ ഒരു സ്വഭാവം ഞാൻ പറയട്ടെ. ഇങ്ങനൊക്കെ വലിയ അമല് സമ്പാദ്യമായി വെച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കൽ ബുഖാരി ഇമാം തങ്ങൾ പറഞ്ഞു, നമ്മളെ കൊണ്ടതിന് കഴിയുമോ എന്നറിയില്ല, അല്ലാഹ് നമ്മളെ സഹായിക്കട്ടെ. ബുഖാരി ഇമാം തങ്ങൾ പറയുകയാണ്, ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരാളെയും ഗീബത്ത് പറഞ്ഞതിന്റെ പേരിൽ അല്ലാഹ് എന്നെ ഹിസാബ് എടുക്കൂല. ജീവിതകാലത്ത് ഏറ്റവും നല്ല സ്വഭാവമാണ് പഠിപ്പിക്കുന്നത്. ജീവിതകാലത്ത് ഒരാളെ കുറ്റം പറഞ്ഞതിന്റെ പേരിൽ, ഒരാളെ ഗീബത്ത് പറഞ്ഞതിന്റെ പേരിൽ നാളെ ആഖിറത്തിൽ അല്ലാഹ് എന്നെ വിചാരണ ചെയ്യൂല. ഇത് പറയാൻ നമുക്ക് കഴിയുമോ? ഇത് ഓർക്കാൻ നമ്മെ കൊണ്ട് കഴിയുന്നുണ്ടോ? ബുഖാരി ഇമാം തങ്ങൾ വഫാത്തായിട്ട് ദിനങ്ങളോളം അവിടുത്തെ ഖബറിൽ നിന്ന് സുഗന്ധം അടിച്ചു വീശിയില്ലേ? ആ മണ്ണ് വാരിയിട്ട് ജനങ്ങൾ ബറക്കത്തിന് കൊണ്ടുപോയില്ലേ? പിന്നെ ഖബർ മൊത്തം പോയി പോകുമെന്ന് കരുതിയിട്ട് ഭരണാധികാരികൾ അവിടെ തടസ്സം സൃഷ്ടിച്ചു. മാനവറുകളോടുള്ള ആദരവിന് വേണ്ടി ദിവസങ്ങളോളം ഖബറിൽ നിന്ന് മാനത്തിലേക്ക്, ആകാശത്തിലേക്ക് മുട്ടി നിൽക്കുന്ന പ്രകാശം ജനങ്ങൾ കണ്ടുകൊണ്ട് കണ്ടില്ലയോ? വഫാത്തിന്റെ സമയത്ത് കുപ്പായം മുഴുവനും നനഞ്ഞു കുളിച്ചിരുന്നു. ആ കുപ്പായം ഒന്ന് പിഴിഞ്ഞു നോക്കുമ്പോൾ ആ വിയർപ്പിന് എന്തൊരു സുഗന്ധമാണ്. ഇത് അല്ലാഹുവിന്റെ ഇൽമിന് ഖിദ്മത്തെടുത്തത് കൊണ്ട് കിട്ടിയൊരു ഭാഗ്യമാണ്. വലിയ ആലിമാണെങ്കിലും മഹാനവറുകളുടെ ചിന്ത നോക്ക്, വലിയ ആലിമാണെങ്കിലും അവിടുത്തെ സ്വഭാവം നോക്ക്. എത്ര ആളുകൾ ക്രൂശിച്ചിട്ടുണ്ടെങ്കിലും, ഹദീസൊക്കെ തിരിച്ചും മറിച്ചും പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിലും ഒരാളെയും ഒരിക്കലും കുറ്റം പറഞ്ഞിട്ടില്ല, ഗീബത്ത് പറഞ്ഞിട്ടില്ല. ആ മഹാനുഭാവന്റെ ബർക്കത്തുണ്ട്. അല്ലാഹു നമ്മളെ സദസ്സ് സ്വീകരിക്കട്ടെ. ഞാൻ ആ വരി ഇങ്ങനെ വായിച്ചപ്പോ ഞാൻ അന്തം വിട്ടുപോയി, അത്ഭുതപ്പെട്ടുപോയി. സുബ്ഹാനല്ലാഹ്, ഇത്രയും വലിയ ഇൽമിന്റെ ഉടമ. ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും 100ഉം 150ഉം ആളുകൾ ഹദീസ് തിരിച്ചും മറിച്ചും ഒടിച്ചൊക്കെ മുന്നിൽ അവതരിപ്പിക്കുമ്പോ ഒരാളോടും ഒരു എതിർപ്പില്ലാതെ ഹദീസൊക്കെ കേട്ട ശേഷം ഒരു സ്ഥലത്ത് പോയപ്പോ 500 ഹദീസാണ് അങ്ങനെ തിരിച്ചും മറിച്ചു ഓതിക്കൊടുത്തത്. അങ്ങനെ കേട്ടിരുന്നിട്ട് പറഞ്ഞു, അമ്മൽ അവൽ ഒന്നാമത്തെ ഹദീസ് ഇങ്ങനെയാണ് അതിന്റെ സനദ്, ഇങ്ങനെയാണ് അതിന്റെ ഹദീസ്, രണ്ടാമത്തെ ഹദീസ് ഇങ്ങനെ 500 ഹദീസും പറഞ്ഞപ്പോ ആ പണ്ഡിതന്മാരൊക്കെ ഒന്ന് കാൽക്കൽ വീണ് ഞങ്ങളോട് മാപ്പാക്കണം, ഞാൻ നിങ്ങളോടൊന്നും കരുതിയിട്ടില്ലല്ലോ, നിങ്ങളെ പറ്റിയൊരു വിഷമം കരുതിയിട്ടില്ലല്ലോ, നിങ്ങളൊക്കെ നല്ലവരല്ലേ, അല്ലാഹ് ഇൽമേറ്റി തരട്ടെ എന്ന് ദ്വാരക്കാണ്. എന്താണ് ആ ആലിമീങ്ങളൊക്കെ മനസ്സ് നിങ്ങൾ നോക്ക്. ഒരാളെയും കുറ്റം പറഞ്ഞതിന്റെ പേരിൽ അല്ലാഹ് എന്നെ ഹിസാബ് എടുക്കൂല എന്ന് പറയണമെങ്കിൽ എത്ര വലിയ ധൈര്യം വേണം. അത് ചെറിയ ധൈര്യമാണോ, ചെറിയ സ്വഭാവമാണോ? അവരുടെ സ്വഭാവങ്ങളൊക്കെ കേട്ട് അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ.